ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സ്പീച്ച് മെക്കാനിസം ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ വാട്ട്സ് ഫോണറ്റിക്സ്. ഓക്കെ, വാട്ട്സ് ഫോണറ്റിക്സ്? ഫോണറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതെന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ചുള്ള ഒരു പഠനത്തിനെയാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ സ്പീക്ക് ചെയ്യുന്നത്, ഓരോ സൗണ്ട്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലൈക്ക് പ്, ക്, ച് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അത് ഉള്ളിൽ നിന്നും വരുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ്. ഓക്കെ, പിന്നെ ഇത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സ്പീച്ച് മെക്കാനിസം. അപ്പോൾ ഏതൊക്കെ ഓർഗൻസ് ആണ്, ലൈക്ക് ലങ്സ് വരും, വിൻഡ് പൈപ്പ് വരും, പിന്നെ ലാരിങ്സ്, അങ്ങനെ കുറച്ച് ഓർഗൻസ് ഒക്കെ വരും നമ്മൾ ഓരോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും. അത് ഏതൊക്കെ ഓർഗൻസ് ആണ്, എവിടെയൊക്കെയാണ് വരിക, എപ്പോഴൊക്കെയാണ് വരിക, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് എന്താ പറയുക, ടഫായിട്ടുള്ള പോർഷനാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ ഇതിലും എന്താ കൂടുതൽ വേറെ എവിടെയും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കുറച്ച് ബയോളജി ബേസ്ഡും കൂടിയാണിത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ വരുന്നത് മൂന്ന് ഇതിൽ കൂടിയാണ്, മൂന്ന് സിസ്റ്റത്തിൽ കൂടിയാണ് ഈ സൗണ്ട് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് റെസ്പിറേറ്ററി സിസ്റ്റം, പിന്നെ ഫോണറ്ററി സിസ്റ്റം, ആൻഡ് തേർഡ് വൺ ഇസ് ആർട്ടിക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, സോ റെസ്പിറേറ്ററി സിസ്റ്റം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ വരുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്? ലങ്സ്, മസിൽസ് ഓഫ് ചെസ്റ്റ്, വിൻഡ് പൈപ്പ് ഓർ ട്രക്കിയ. സി ഇവിടെ ഉണ്ടാവുമല്ലോ. യെസ്, ഇതാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പ്രൊഡ്യൂസസ് ദ എയർ സ്ട്രീം ഫോർ സ്പീച്ച്. ഇതിൽ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എയറുമായിട്ടുള്ള കണക്ഷനാണ്, നമ്മൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഏതൊക്കെ എന്താണ് എയർ, അതായത് ഈ എയർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്പീച്ചിന് വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എയർ പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ, ഓരോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഓർഗൻസിൽ കൂടിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക? ലങ്സ്, ഡയഫ്രം, ട്രക്കിയ. ഓക്കെ, ഡയഫ്രം എന്ന് പറയുന്നത് മസിൽസ് ഓഫ് ചെസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫോണറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് പ്രൊഡ്യൂസസ് വോയിസ്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ലാരിങ്സ്, വോക്കൽ ഫോർട്സ് ഓർ വോക്കൽ കോഡ്സ്, ഗ്ലോട്ടിസ്. ഓക്കെ, പിന്നെ ഈ ഓർഗൻസാണ് അതിൽ വരുന്നത്. ആർട്ടിക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഷേപ്സ് സ്പീച്ച് സൗണ്ട്സ്. അതിന് ലൈക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ഒരു ഇപ്പോൾ പ് എന്ന് പറയുന്നത് പോലെയല്ലല്ലോ ബ് എന്ന് പറയുന്നത്, അതിന് ഒരു വ്യത്യാസമില്ലേ? ആ വ്യത്യാസം, ഷേപ്സ് ഓഫ് സ്പീച്ച് സൗണ്ട്സ്, അത് എന്താണ് ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിലാണ് അത് വരുന്നത്. അതിലേതൊക്കെയാണ് അതിൻ്റെ ഓർഗൻസ്? ടങ്, ലിപ്സ്, ടീത്ത്, അൽവിയോളർ റിഡ്ജ്, ഹാർട്ട് പാലറ്റ്, വേലം, ഊല, ജോ. ഓക്കെ, ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറ് ആർട്ടിക്കുലേറ്ററി സിസ്റ്റമാണ്. ഓക്കെ, ഈ മൂന്നെണ്ണം വെച്ച് നോക്കുമ്പോൾ ഇത് ആർട്ടിക്കുലേറ്ററി സിസ്റ്റം ചോദിച്ചാലും നമുക്ക് ഈ മൂന്നെണ്ണം ഒന്ന് എഴുതാം. ഓക്കെ, ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതാം. എന്നിട്ട് ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് നല്ലൊരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളും കൊടുക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ റിലേഷൻഷിപ്പ് വരുന്നത്? ദ റെസ്പിറേറ്ററി സിസ്റ്റം സപ്ലൈസ് ദ എയർ കൊടുക്കും ഈ റെസ്പിറേറ്ററി സിസ്റ്റം. ഫോണറ്ററി സിസ്റ്റം യൂസസ് ദാറ്റ് എയർ ടു ക്രിയേറ്റ് വോയിസ്ഡ് ഓർ വോയിസ്ലെസ് സൗണ്ട്. അപ്പോൾ ഫോണറ്ററി സിസ്റ്റം എന്ത് ചെയ്യും? ഈ എയർ യൂസ് ചെയ്തിട്ട് വോയിസ്ഡ് അല്ലെങ്കിൽ വോയിസ്ലെസ് സൗണ്ടുകൾ ഉണ്ടാക്കും. ഓക്കെ, ഇനി ദ ആർട്ടിക്കുലേറ്ററി സിസ്റ്റം ഷേപ്സ് ദ എയർ ഫ്ലോ ഇൻ ടു ഡിഫറെൻറ്റ് സ്പീച്ച് സൗണ്ട്സ്. ആർട്ടിക്കുലേറ്ററി സിസ്റ്റം ഈ എയർ ഫ്ലോനെ ഷേപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നല്ലൊരു സ്പീച്ച് സൗണ്ട് ഉണ്ടാക്കും. ഓക്കെ, അതാണ് ആർട്ടിക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ആർട്ടിക്കുലേറ്ററി സിസ്റ്റം ഷേപ്പ് ചെയ്യുന്നു, ഫോണറ്ററി സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു, മറ്റേ റെസ്പിറേറ്ററി സിസ്റ്റം എയർ സപ്ലൈ ചെയ്യുന്നു. ഇനി ഇതിൽ വരുന്ന ഓർഗൻസിൻ്റെ ഒക്കെ ഓരോ ഡ്യൂട്ടീസ് എന്താണെന്നുള്ളത് നമുക്കറിയണം, ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു ലങ്സ് വരുന്നുണ്ട്, മസിൽസ് ഓഫ് ചെസ്റ്റ് വരുന്നുണ്ട്, വിൻഡ് പൈപ്പ് ഓർ ട്രക്കിയ വരുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ലങ്സ് എന്നുള്ളത് നമ്മൾ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മസിൽസ് ഓഫ് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ അതെന്തിനുള്ളതാണ്? ലങ്സ് എക്സ്പാൻഡ് ആൻഡ് ട്രൂ ഔട്ട്സൈഡ് എയർ ഇൻ. നമ്മുടെ ലങ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണല്ലോ ഉള്ളിലേക്ക് എയർ കയറുന്നത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എയർ കയറണം ലങ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലങ്സ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും, അങ്ങനെ എയർ കയറ്റും. ഓക്കെ, വിൻഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ എയർ പാസസ് ത്രൂ ഇറ്റ്. ഇതിൽ കൂടി ഈ വിൻഡ് പൈപ്പിൽ കൂടെയാണ് അല്ലെങ്കിൽ ട്രക്കിയ കൂടെയാണ് എയർ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് ഓർഗൻസും മറക്കാതിരിക്കണം: ലങ്സ്, മസിൽസ് ഓഫ് ചെസ്റ്റ്, വിൻഡ് പൈപ്പ് ഓർ ട്രക്കിയ.
ഇനി ഫങ്ഷൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ഇസ് ടു പ്രൊവൈഡ് എയർ സ്ട്രീം വിച്ച് ഈസ് ബേസിസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്. നമുക്കറിയാം എയർ സ്ട്രീം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസ്പിറേറ്ററി സിസ്റ്റം ഉള്ളത്. ഇതിൽ വെയിലറിക് എയർ സ്ട്രീം മെക്കാനിസം, ഗ്ലോട്ടലിക് എയർ സ്ട്രീം മെക്കാനിസം, പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസവും വരുന്നുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എന്താണെന്നുള്ളത് നോക്കി വെക്കാം. ഇപ്പോൾ ആദ്യം വരുന്നത് വെയിലറിക് എയർ സ്ട്രീം മെക്കാനിസമാണ്. ഇവിടെ എന്താണ് സംഭവം? എയർ ഈസ് ട്രാപ്ഡ് ബിറ്റ്വീൻ ദ ബാക്ക് ഓഫ് ദ ടങ്ങിൻ്റെ ബാക്ക് ഒന്ന് ആലോചിക്കുക, ആൻഡ് സോഫ്റ്റ് പാലറ്റ് വെയിലം. ഇവിടെ ഇവിടെ നമുക്ക് ടങ്ക് കാണാൻ പറ്റുന്നുണ്ട്, സോഫ്റ്റ് പാലറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, ഇവിടെയാണ് എയർ ട്രാപ്പ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കുക. ഓക്കെ, എയർ ഇവിടെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ദ ടങ് മൂവ്സ് ടു ക്രിയേറ്റ് പ്രഷർ പ്രൊഡ്യൂസിങ് എ ക്ലിക്കിംഗ് സൗണ്ട്. അങ്ങനെ ടങ് മൂവ് ചെയ്യുമ്പോൾ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ക്ലിക്ക് സൗണ്ട്സ് ഇൻ ലാംഗ്വേജസ് ലൈക്ക് സോസ ആൻഡ് സുലു. ഓക്കെ, ഇതൊക്കെ അങ്ങനെ വരുന്നതാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതൊന്നും നമുക്ക് വേണ്ട, അതൊക്കെ കുറച്ചും കൂടി എക്സ്ട്രാ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല. വെയിലറിക് എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറയുമ്പോൾ സോഫ്റ്റ് പാലറ്റും ടങ്ങിൻ്റെയും ഇടയിൽ എയർ ട്രാപ്പ് ചെയ്തിട്ട് അതിനൊരു പ്രഷർ കൊടുക്കുന്നതാണ്. അത്രേ ഉള്ളൂ, അത്രയും മനസ്സിലാക്കുക. ഓക്കെ, വെയിലറിക് നേവിൽ തന്നെ ഉണ്ട്, വെയിലം ആൻഡ് ടങ്. ഇനി ഗ്ലോട്ടലിക് എയർ സ്ട്രീം മെക്കാനിസം. ദ എയർ ഫ്ലോ ഇസ് കൺട്രോൾഡ് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസിൻ്റെ മൂവ്മെൻറ്റിലാണ് എയർ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നത്. ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പേസ് ബിറ്റ്വീൻ വോക്കൽ കോഡ്സ്. ഓക്കെ, ദ ലാരിങ്സ് മൂവ്സ് അപ്പ് ഓർ ഡൗൺ ടു പുഷ് ഓർ പുൾ എയർ. വോക്കൽ കോഡ്സ് അറിയില്ല? പിക്ചർ ഉണ്ടോ വോക്കൽ കോഡ്സിൻ്റെ ഇവിടെ? വേർ ഈസ് വോക്കൽ കോഡ്സ്? വെയിറ്റ് എ സെക്കൻഡ്, ഐ വിൽ ഷോ ഇറ്റ്. ഇതാണ് വോക്കൽ കോഡ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ദ വോക്കൽ കോഡ്സ് ഓൾസോ കോൾഡ് വോക്കൽ ഫോൾഡ്സ് ആർ 2 bands ഓഫ് മസിൽ ഇൻസൈഡ് ദ ലാരിങ്സ് വോയിസ് ബോക്സ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിൻ്റെ ഉള്ളിലാണ്? ലാരിങ്സിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി ഈ വോക്കൽ കോഡ്സ് എന്താണ് ചെയ്യുന്നത്? ഇത് ലാരിങ്സിലാണ്. വിൻഡ് പൈപ്പിൻ്റെ ടോപ്പിലായിട്ട് വരും. ഓക്കെ, വിൻഡ് പൈപ്പിൻ്റെ ടോപ്പിലായിട്ട് ലാരിങ്സിൻ്റെ ഉള്ളിലായിട്ട് വരും. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ദേ വൈബ്രേറ്റ് ആസ് എയർ ഫ്രം ദ ലങ്സ് പാസസ് ത്രൂ ദം പ്രൊഡ്യൂസിങ് വോയിസ്. അപ്പോൾ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് ഈ എയർ ലങ്സിൽ നിന്ന് പാസ് ചെയ്യുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഗ്ലോട്ടിസ്. ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ 2 വോക്കൽ കോഡ്സ് ഇസ് കോൾഡ് ഗ്ലോട്ടിസ്. കണ്ട ഇവിടെ ഇങ്ങനെ തുറന്ന് കിടക്കുന്നത് കണ്ട? ക്യാൻ യു സീ ഇറ്റ്? തുറന്ന് കിടക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ ഗ്ലോട്ടിസ് എന്ന് പറയും. അത് ഓപ്പൺ ആയിട്ടും ക്ലോസ് ആയിട്ടും കിടക്കും. ഓക്കെ, അതിനെക്കുറിച്ച് കുറച്ചും കൂടി നമ്മൾ പഠിക്കും. ഓക്കെ, ഇപ്പോൾ വോയിസ്ഡ് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ്. ബ്, ഡ്, ഗ, സ്, വൗവൽസ് ഇതൊക്കെ വരുമ്പോൾ വോയിസ്ഡ് സൗണ്ടാണ്. വോയിസ്ലെസ് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള സൗണ്ടാണ്. പ്, ഇതൊക്കെ പറയുമ്പോൾ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ വോക്കൽ കോഡ്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണെങ്കിൽ വോയിസ്ലെസ് സൗണ്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുമ്പോൾ വോയിസ്ലെസ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. വോയിസ്ലെസ് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? പ്. അപ്പോൾ വോക്കൽ കോഡിന് ഒന്നും ബാധിക്കില്ല. എന്നാൽ വോക്കൽ കോഡ് ക്ലോസ് ചെയ്തിരിക്കുമ്പോൾ വോയിസ്ഡ് സൗണ്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോഴാണ് വോക്കൽ കോഡിനത് ബാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇത് ലാരിങ്സിൻ്റെ ഉള്ളിലാണ്. പിന്നെന്താണ്? ഈ വിൻഡ് പൈപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എഴുതാം കേട്ടോ. ഓക്കെ, ഇനി നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയത്? യെസ്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? ഗ്ലോട്ടലിക് എയർ സ്ട്രീം മെക്കാനിസം. ദ എയർ ഫ്ലോ ഈസ് കൺട്രോൾഡ് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് ഗ്ലോട്ടിസ് സ്പേസ് ബിറ്റ്വീൻ വോക്കൽ കോഡ്സ്. ആ വോക്കൽ കോഡ്സിൻ്റെ ഇടയിലുള്ള സ്പേസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ സ്പേസ് കാണുന്നില്ലേ, അതാണ് ഗ്ലോട്ടിസ്. ഇതാണ് വോക്കൽ കോഡ്, അതിൻ്റെ ഉള്ളിലുള്ള സ്പേസ് ഗ്ലോട്ടിസ്. ഓക്കെ, ഇനി പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം. അപ്പോൾ ഗ്ലോട്ടലിക് എയർ സ്ട്രീം മെക്കാനിസം പറഞ്ഞു. പിന്നെ ഏതാണ് പറഞ്ഞത്? പിന്നെ വെയിലറിക് എയർ സ്ട്രീം മെക്കാനിസവും പറഞ്ഞു.
ഇനി പൾമോണിക് എയർസ്ട്രീം മെക്കാനിസം, എയർ കംസ് ഫ്രം ദ ലങ്സ് ആൻഡ് പാസസ് ത്രൂ ദ വിൻഡ് പൈപ്പ്. ലങ്സിൽ കൂടെ എയർ വരുന്നു, വിൻഡ് പൈപ്പിൽ കൂടെ പാസ് ചെയ്യുന്നു, ലാരിങ്സിൽ കൂടെ പോകുന്നു. ലാരിങ്സിൽ നമ്മുടെ വോക്കൽ കോഡ്സ് ഉണ്ട്, അതിൽ കൂടെ പാസ് ചെയ്ത് മൗത്തിലോ അല്ലെങ്കിൽ നോസിലോ എത്തുന്നു. ഓക്കെ, ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ എയർസ്ട്രീം മെക്കാനിസം. Almost all English speech sounds are produced using the pulmonic airstream mechanism. പ്, ട്, ക്, മ്, ആ എന്നൊക്കെ ഉള്ളത് പൾമോണിക് എയർസ്ട്രീം മെക്കാനിസത്തിൽ കൂടെയാണ്. ആ ഒരു എന്താ പറയുക, ഇത് പുറത്തേക്ക് പോകുന്നതിന് ഒന്നില്ലേ മൗത്തിൽ കൂടെ അല്ലെങ്കിൽ നോസിൽ കൂടെ എയർ പുറത്തേക്ക് പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഇതിൻ്റെ എയർ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലങ്സിൽ കൂടെ പോകുന്നതിനെയാണ് പൾമോണിക് എയർസ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കറിയേണ്ടത് നെക്സ്റ്റ് ഏത് മെക്കാനിസമാണ്? നെക്സ്റ്റ് ഫോണട്രി സിസ്റ്റമാണ്. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ 3 ഓർഗൻസ്, ലങ്സ്, മസിൽസ് ഓഫ് ചെസ്റ്റ്, പിന്നെ ഏതാണ് വിൻഡ് പൈപ്പ് ഓർ ട്രക്കിയ. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫോണട്രി സിസ്റ്റമാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫോണട്രി സിസ്റ്റം ഇസ് ദ പാർട്ട് ഓഫ് സ്പീച്ച് മെക്കാനിസം ദാറ്റ് പ്രൊഡ്യൂസസ് വോയിസ് ആയിട്ടാണ്. ഫോണട്രി വോയിസ് ആയിട്ടാണ് ബന്ധം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ലാരിങ്സ് വോയിസ് ബോക്സ് ആൻഡ് കൺട്രോൾസ് വെദർ സ്പീച്ച് സൗണ്ട്സ് ആർ വോയിസ്ഡ് ഓർ വോയിസ്ലെസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഓൾറെഡി മറ്റേതിൽ റെസ്പിറേറ്ററിയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ഗ്ലോട്ടിസിൻ്റെ കാര്യം. ഗ്ലോട്ടിസ് ശരിക്കും അവിടെയല്ല വരുന്നത്, ആക്ച്വലി അതിവിടെയാണ് വരുന്നത്. ഓക്കെ, അവിടെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയപ്പോൾ നമ്മളങ്ങനെ പറയാൻ ഉദ്ദേശിച്ചല്ല അവിടെ, പക്ഷെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ ഉള്ളിലോട്ട് പോയതാണ്. പക്ഷേ ലാരിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അവിടെ നമ്മൾ പറഞ്ഞു ആകെ 3 ഓർഗൻസേ വരുന്നുള്ളൂ, ലങ്സ്, മസിൽസ് ഓഫ് ചെസ്റ്റ്, വിൻഡ് പൈപ്പ് ഓർ ട്രാക്കിയ, അത്ര എഴുതിയാൽ മതി. ഇനി ഫോണട്രി സിസ്റ്റത്തിലാണ് നമ്മുടെ ലാരിങ്സ് ഒക്കെ വരുന്നത്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ പാർട്സ് ഓഫ് ഫോണട്രി സിസ്റ്റമാണ് ലാരിങ്സ്. അതുപോലെ തന്നെ ലാരിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ആഡംസ് ആപ്പിൾ എന്നും പറയും. സിറ്റുവേറ്റഡ് അറ്റ് ടോപ്പ് ഓഫ് ദ വിൻഡ് പൈപ്പ്. നമ്മളിങ്ങനെ ബോയ്സ് ഇങ്ങനെ ഒരു എന്താ പറയുക, കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമില്ലേ കുരക്കിൻ്റെ അവിടെ. ഓക്കെ, അതാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. അതിന് ആഡംസ് ആപ്പിൾ എന്നും പറയുമല്ലോ. ഓക്കെ, അത് വരുന്നുണ്ട്. ലാരിങ്സിൻ്റെ ഉള്ളിലെ വോക്കൽ കോഡ്സ് നമുക്കറിയാം. ഗ്ലോട്ടിസ്, ആ ഓപ്പണിങ്, എപ്പിഗ്ലോട്ടിസ്, അത് നമുക്ക് പഠിക്കാനില്ലാത്തതാണ്. ഓക്കെ, ഇനി ഇങ്ങനെയാണ് ഫോണട്രി സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. എയർ പാസസ് ഫ്രം ദ ലങ്സ്, പാസസ് ത്രൂ ദ ലാരിങ്സ്, ദ വോക്കൽ കോഡ്സ് മേ വൈബ്രേറ്റ്. മറ്റേ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് അവിടെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയപ്പോൾ ഉള്ളിലോട്ട് പോയി. ആ ഉള്ളിലോട്ട് പോകേണ്ടിയിരുന്നില്ല, കാരണം അതിവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതായിരുന്നു ഫോണട്രി സിസ്റ്റം. ഓക്കെ, വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലോസ് ആവുമ്പോൾ ഈ പറയുന്ന വോക്കൽ കോഡ്സ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വോയിസ്ഡ് സൗണ്ട് ആയിരിക്കും. ഈ കാണുന്നതാണ് വോയിസ്ഡ് സൗണ്ട്. ഇനി ഇത് വൈബ്രേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഓപ്പൺ ആയി കിടക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസിങ് വോയിസ്ലെസ് സൗണ്ട് സച്ച് ആസ് പ്, ട്, ക്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ദ ഫോണട്രി സിസ്റ്റം പ്രൊഡ്യൂസസ് വോയിസ്, കൺട്രോൾസ് ദ പിച്ച് ആൻഡ് ലൗഡ്നെസ് ഓഫ് സ്പീച്ച്, ഹെൽപ്സ് ഡിസ്റ്റിങ്ക്വിഷ് വോയിസ്ഡ് ആൻഡ് വോയിസ്ലെസ് സൗണ്ട്സ്. അപ്പോൾ വോയിസ്ഡും വോയിസ്ലെസ് സൗണ്ട്സും നമുക്ക് ഈ വോക്കൽ കോഡ്സ് വെച്ചിട്ട്, ലാരിങ്സിലെ വോക്കൽ കോഡ്സ് വെച്ചിട്ട് മനസ്സിലാക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്, അപ്പോൾ ഇതിലെ ഈ 2 എണ്ണത്തിനേക്കാൾ റെസ്പിറേറ്ററി സിസ്റ്റമും ഫോണട്രി സിസ്റ്റവും മനസ്സിലാക്കിയിരിക്കണം. ഒരു വലിയ എസ്സേ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം എഴുതേണ്ടി വരും, ഈ 3 സിസ്റ്റമും എഴുതേണ്ടി വരും. ലാസ്റ്റ് സിസ്റ്റമാണ് ആർട്ടിക്കുലേറ്ററി സിസ്റ്റം. ആർട്ടിക്കുലേറ്ററി സിസ്റ്റം ഒറ്റയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. Articulatory system is the part of the speech mechanism that shapes the airflow into different speech sounds. അപ്പോൾ ആർട്ടിക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? അത് സ്പീച്ച് മെക്കാനിസത്തിൻ്റെ ഒരു പാർട്ടാണ്. ഇതെന്താ ചെയ്യുന്നത്? ഷേപ്സ് ദ എയർ ഫ്ലോ ഇൻ ടു ഡിഫറെൻറ്റ് സ്പീച്ച് സൗണ്ട്. ഈ എയർ ഫ്ലോനെ പലതരം സ്പീച്ച് സൗണ്ട് ആയിട്ട് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം അതിനൊരു ഷേപ്പ് കൊടുക്കുകയാണ് ആ എയർ ഫ്ലോയ്ക്ക്. ഇപ്പം നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ അത് എയർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അതിന് ഓരോ ഷേപ്പ് കൊടുത്തിട്ടാണ് സൗണ്ട് ആക്കുന്നത്. അപ്പോൾ അത് നടത്തുന്നത് ആർട്ടിക്കുലേറ്ററി സിസ്റ്റമാണ്. The articulatory system consists of speech organs that move or provide contact to produce different speech sounds. Okay. ഇനി ഇതിൻ്റെ പാർട്സ് ഓഫ് ആർട്ടിക്കുലേറ്ററി സിസ്റ്റം ഏതൊക്കെയാണ് വരുന്നത്? വളരെ സിമ്പിളാണ്. ഇതിന് ഷേപ്പ് കൊടുക്കാൻ വേണ്ടി ലിപ്സ് ഒരു വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്കറിയില്ല നമ്മുടെ ലിപ്സ് എങ്ങനെയാണ് സൗണ്ടിന് ഷേപ്പ് എടുക്കുന്നതെന്ന്. ഇപ്പോൾ നമ്മൾ പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിപ്സ് ക്ലോസ് ആവുകയും ഓപ്പൺ ആവുകയും, ക എന്ന് പറയുമ്പോൾ ലിപ്സ് ക്ലോസ് ആവാതിരിക്കുകയും ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്.
ടീത്ത് ഒരു വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ടങ്, ആൽവിയോളാർ റിഡ്ജ്, ഹാർഡ് പാലറ്റ്, വേലം, ഉവുല, ജോ, നാസൽ കാവിറ്റി, ഓറൽ കാവിറ്റി, ഇതൊക്കെയും വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. റൂഫ് ഓഫ് മൗത്ത്, ഓക്കെ, മൗത്തിൻ്റെ ഒരു റൂഫ്, മിനി സ്കൈ ലൈക്ക് പോർഷൻ ഇൻ ദ മൗത്ത്, ഇറ്റ് കംപ്രൈസസ് ടീത്ത് റിഡ്ജ് ഉണ്ട് റൂഫ് ഓഫ് മൗത്തിൽ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ, പിക്ചർ ഇല്ല, ഓക്കെ, പിക്ചർ ഞാനിപ്പോൾ കാണിച്ചു തരാം. സി, ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് റൂഫ് ഓഫ് ദ മൗത്ത്. ഓക്കെ, ഇതിൽ എന്താണ് ടീത്ത് റിഡ്ജ് വരുന്നത് കാണുന്നില്ലേ? പിന്നെ എന്താണ് ഹാർഡ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ്, ആൽവിയോളാർ റിഡ്ജ്, ഓക്കെ, ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് റൂഫ് ഓഫ് മൗത്ത് എന്ന് പറയുമ്പോൾ. ഇനി ടീത്ത് റിഡ്ജ് എന്ന് പറയുന്നത് കോൺവെക്സ് ബോഡി പാർട്ട് ഓഫ് റൂഫ് ഓഫ് മൗത്ത് ബിഹൈൻഡ് അപ്പർ സെറ്റ് ഓഫ് ടീത്ത്. ഈ അപ്പർ സെറ്റ് ഓഫ് ടീത്തിൻ്റെ പിന്നിലായിട്ട് ആ ഒരു കുറച്ച് കോൺവെക്സ് ബോണി പാർട്ടാണ്. ഓക്കെ, ആ അറ്റം മാത്രം. ഓക്കെ, അതിനാണ് ടീത്ത് റിഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഹാർഡ് പാലറ്റ് എന്ന് പറയുന്നത്, ഈ ടീത്ത് റിഡ്ജ് നമുക്ക് ഇതിലെടുത്ത് കാണിച്ചിട്ടില്ല. ടീത്തിൻ്റെ തൊട്ട് താഴെ വരുന്ന ആ ഗ്രീൻ കൊണ്ട് വരച്ചതാണ് ടീത്ത് റിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോറി. അപ്പോൾ ഗ്രീൻ കൊണ്ട് വരച്ചത് ടീത്ത് റിഡ്ജാണ്. ഇനി നെക്സ്റ്റ് എന്താ പറയുക, ഹാർഡ് പാലറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ആ ഒരു യെല്ലോ കളർ പോർഷനിൽ ഇങ്ങനെ കളർ ചെയ്തിരിക്കുന്നതാണ് ഹാർഡ് പാലറ്റ് എന്ന് പറയുന്നത്. അത് ബോണി പാർട്ട് ജസ്റ്റ് എന്താ പറയുക, ബിയോണ്ട് ടീത്ത് റിഡ്ജിൻ്റെ തൊട്ട് താഴെ. ഇനി നൗ യു ക്യാൻ സീ ദാറ്റ് സോഫ്റ്റ് പാലറ്റ് ഹാർഡ് പാലറ്റിൻ്റെ താഴെയാണ് സോഫ്റ്റ് പാലറ്റ് വരുന്നത്. ഇനി ഉഫുല എന്ന് പറയുന്ന സാധനം, അതിൻ്റെ മറ്റേ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അണ്ണാക്കില എന്താ അതിനെ പറയാം. ഓക്കെ, എന്തായാലും ഇതിൽ കാണുന്നുണ്ടല്ലോ അങ്ങനത്തെ സാധനം. ഓക്കെ, അതാണ് അത്. ഓക്കെ, ഇനി ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ വരച്ച് എഴുതുകയാണെങ്കിൽ പൊളിച്ച് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെയൊക്കെ ആക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ചെറുതായിട്ട് ഇന്നത് ഇവിടെയാണ് എന്നുള്ള ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഈ സോഫ്റ്റ് പാലറ്റിന് നമ്മൾ ഫ്ലഷി പാർട്ട് ലൈസ് ബാക്ക് ഓഫ് ദ ടങ്. ഓക്കെ, ഇനി ഫ്ലഷി സ്ട്രക്ചർ ഹാങ്ങിങ് അറ്റ് ദ എക്സ്ട്രീം എൻഡ് ഓഫ് റൂഫ് ഓഫ് മൗത്ത് ഇസ് കോൾഡ് ഉവുല. ഓക്കെ, അതിനെയാണ് മറ്റേ ആ സാധനത്തിനെയാണ് എന്താണ് ഉവുല എന്ന് പറയുന്നത്. ഹാങ് ചെയ്ത് എടുക്കുന്നത്, അത് ആലോചിച്ച് വെക്കാം കേട്ടോ. ഇനി വേലം ഇസ് മൂവബിൾ ഓർഗൻ. വേലം എന്ന് പറയുന്നത് മൂവ് ചെയ്യാൻ പറ്റുന്ന ഓർഗനാണ് വേലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, ഇറ്റ് ക്യാൻ ബി റേസ്ഡ് ഓർ ലോവേർഡ്. റേസ് ചെയ്യാനും പറ്റും, ലോവർ ചെയ്യാനും പറ്റും. ഓക്കെ, വേലം എന്ന് പറയുന്നത് എന്താ, സോഫ്റ്റ് പാലറ്റിനെയാണ് ഈ പറയുന്നത്. ഓക്കെ, വെൻ വേലം ഇസ് റേസ്ഡ്, ഈ സോഫ്റ്റ് പാലറ്റ് റേസ് ചെയ്യുമ്പോൾ നാസൽ കാവിറ്റി ഈസ് ഷട്ട് ഓഫ്. നാസൽ കാവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈ എന്താ പറയുക, മൂക്കിൽ കൂടെ വരുന്ന ഒരു എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മൂക്കിൽ കൂടെ വരുന്നില്ലേ, അത് അടയും. ഓക്കെ, എപ്പോഴാണ് അടയുക? വേലം റേസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് പ്രൊഡ്യൂസ് ഓറൽ സൗണ്ട്, വായക്കൂടെ വരുന്ന സൗണ്ടാണ് അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ഈ വേലം അല്ലെങ്കിൽ ഈ സോഫ്റ്റ് പാലറ്റ് ലോവർ ആവുമ്പോൾ ഓറൽ പാസേജ് ആയിരിക്കും അടയുക. അപ്പോൾ നാസൽ കാവിറ്റി ഓപ്പൺ ആവും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ് കിടക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ എന്നറിയില്ല. പിക്ചറൊക്കെ കാണിച്ച് പറയുമ്പോൾ പാതി എന്താ പറയുക, കൺഫ്യൂഷൻസൊക്കെ മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നാസലൈസ്ഡ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എയർ എസ്കേപ്സ് പാർട്ട്ലി ത്രൂ മൗത്ത് ആൻഡ് എയർ എസ്കേപ്സ് പാർട്ട്ലി ത്രൂ നോസ്. അതിൽ നാസലൈസ്ഡ് സൗണ്ട് എന്നാണ്, നോസിൽ കൂടെ പോകുന്ന സൗണ്ടിനെയാണ് നാസലൈസ്ഡ് സൗണ്ട് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഹിന്ദിയിലൊന്നും നാസലൈസ്ഡ് സൗണ്ട് ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് ബാക്കി ഓർഗൻസിനെ കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ ടങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ it can take up a large number of different positions during production of various sounds. Divide tongue into tip, ടങ്ങിൻ്റെ ഏറ്റവും അറ്റം ടിപ്പ്, ബ്ലേഡ്, ഫ്രണ്ട്, ബാക്ക് ആൻഡ് റൂട്ട്. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് ഉണ്ട് ടങ്ങിൻ്റെ കുറച്ചും കൂടെ
പിന്നിലാണെങ്കിൽ അതിനെ ബാക്ക് എന്ന് പറയും. അതിൻ്റെ പിക്ചറൊന്നും ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇനി ലിപ്സ് എന്ന് പറയുമ്പോൾ ലോവർ ലിപ്പും ഉണ്ട് അപ്പർ ലിപ്പും ഉണ്ട്, അത് നിങ്ങൾക്കറിയാം. നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അപ്പർ ലിപ്പ് വല്ലാണ്ട് മൂവ് ചെയ്യുന്നില്ല, പക്ഷേ ലോവർ ലിപ്പിനെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ലോവർ ലിപ്പ് നമുക്ക് ആക്റ്റീവ് ആണെന്ന് പറയും. ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെരിക്കാനൊക്കെ പറ്റുന്നില്ല. അപ്പർ ലിപ്പ് പക്ഷേ പാസീവ് ആയിരിക്കും. ഇനി ടീത്ത്, അപ്പർ സെറ്റ് ഓഫ് ടീത്ത് ആൻഡ് ലോവർ സെറ്റ് ഓഫ് ടീത്ത് ഉണ്ട്. യു നോ അബൌട്ട് ഇറ്റ്. നോസ് ഡ്യൂറിങ് പ്രൊഡക്ഷൻ ഓഫ് നാസൽ സൗണ്ട്സ്, മൂങ്ങ് എന്നൊക്കെ പറയുന്ന സൗണ്ടുകൾ, എയർ എസ്കേപ്സ് ത്രൂ, എയർ എസ്കേപ്പ് ചെയ്യുന്നത് നോസിൽ കൂടിയാണ്. അതിനെയാണ് നോസ് അല്ലെങ്കിൽ നാസലൈസ്ഡ് സൗണ്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പഠിക്കുന്നത് ആർട്ടിക്കുലേറ്ററി സിസ്റ്റമാണ്. ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗൻസ് ഓഫ് സ്പീച്ചാണ്. ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ് ഏതൊക്കെയാണ്? ആക്റ്റീവായിട്ട്, അതായത് മൂവ് ചെയ്യുന്നത്, ടങ്ക് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ, അതുപോലെ ലോവർ ലിപ്പും മൂവ് ചെയ്യും. അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് അവർ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിലൊന്നും ഞാൻ ഈ പറയുന്ന സംഭവങ്ങളില്ല, ഞാൻ നിങ്ങൾക്കത് ചുമ്മാ അല്ല, ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ അടിക്കാണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ റിമെയിൻ ഇൻ ദയർ പൊസിഷൻ, അപ്പർ ടീത്ത്, ഹാർഡ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ് ഒക്കെയാണ്. ഓക്കെ, പൊസിഷനിൽ തന്നെ നിൽക്കുന്നതായിരിക്കും പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ്. മുകളിലത്തെ ടീത്ത്, അതുപോലെ ഹാർഡ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ്. നമ്മുടെ ഹാർഡ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ് ഒക്കെ ഇവിടെ കാണുന്നില്ലേ? ഓക്കെ, ഹാർഡ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ്, ബോത്ത്. സോഫ്റ്റ് പാലറ്റ് ആക്റ്റീവ് ആവും, പാസീവ് ആവും, ഇടയ്ക്കൊക്കെ മൂവ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു റേസ് ചെയ്യുന്ന കാര്യമൊക്കെ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കേണ്ടത്, നെക്സ്റ്റ് വീഡിയോ എടുക്കുക, മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വോയിസ് ടു വോയിസ്ലെസ് സൗണ്ട് നിങ്ങൾക്കറിയാം, ജസ്റ്റ് അതൊന്നും കൂടി ഒന്ന് പറയാം അടുത്ത വീഡിയോയിൽ. മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ എക്സാംസിന് ചോദിക്കാറുണ്ട്, അപ്പോൾ അത് നമുക്ക് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ. സോ ബൈ.